ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നാടൻ അയലക്കറിയാണ്. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളക് എടുത്തിട്ട് അതും നെടുകെ മുറിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ അടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരു അരമുറി തേങ്ങ ചിരകിയതും, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാനിതാ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ മതിയാവും. തേങ്ങ കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കറി ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ മസാലപ്പൊടി തേങ്ങൻ്റെ കൂടെ അടിച്ചെടുക്കുമ്പോൾ കൂടുതൽ കറി ഉണ്ടാവും, നമുക്ക് തേങ്ങയും ലാഭിക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ തേങ്ങേൻ്റെ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഒന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് അടച്ച് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരയില 2 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കറീൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അയില ഇട്ടതിന് ശേഷം കറി ഒന്ന് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതടച്ച് നല്ല രീതിയിൽ വീണ്ടും തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ച് വേവിക്കണം. ഇപ്പോൾ ഇതാ നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നന്നായി തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ കറി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ഉള്ളിക്കൊക്കെ ചെറിയൊരു കളർ മാറ്റം വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു മുറി തേങ്ങ എടുക്കുന്നിടത്ത് 1/2 മുറി തേങ്ങ മതിയാവും കറി ഉണ്ടാക്കാൻ കേട്ടോ. ഇതുപോലെ നിങ്ങൾ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചതിന് ശേഷം ഇത് തുറന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.